നമസ്തേ, എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും രാവിലെ പതിവ് പോലെ എഴുന്നേറ്റ് കുളിച്ചു, വിളക്കൊക്കെ കഴുകി കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ തുളസിത്തറയൊക്കെ കഴുകി വൃത്തിയാക്കി കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടിയല്ലേ, വിനായക ചതുർത്ഥി. അപ്പോൾ ഞാൻ വിളക്കൊക്കെ തെളിയിച്ചു, പിന്നെ നാമജപമൊക്കെ കഴിഞ്ഞു. പതിവ് പോലെ മോർണിംഗ് വാക്കിന് പോയി കേട്ടോ, ഞങ്ങളെല്ലാവരും കൂടി. ഇന്നത്തെ മോർണിംഗ് വാക്കിന് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. എന്താവും അത്? ഓഫ് കോഴ്സ് വിനായക ചതുർത്ഥി തന്നെ അല്ലേ. പിന്നെ ഇന്ന് വന്നിട്ട് മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പതിവ് പോലെ തന്നെ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. ഞാൻ കൂടെ കുറച്ച് പഴവും കൂടെ എടുത്തൊന്ന് ബോയിൽ ചെയ്ത് വെച്ചു കേട്ടോ. കാരണം ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സിൽ നമ്മൾ ഒരുപാട് ബിസി ആയിരിക്കുമല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരുപാട് ഭക്ഷണം അങ്ങോട്ട് കഴിക്കാൻ തോന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എനിക്ക് പഴമൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ട് അങ്ങനെയാവും കഴിക്കുക. അപ്പോൾ അതിന് കൊണ്ട് വേണ്ടിയിട്ടാണ് പഴം വേവിച്ച് വെച്ചത് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ല, ഇതെന്താണ്? തേൻ മിഠായി എന്ന് പറയും. ഇത് ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അല്ലേ? എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ ആരും വാങ്ങിച്ചു തരില്ല കേട്ടോ, പറയും അത് അത്ര ഹൈജീനിക് അല്ലെന്ന്. പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ച് കഴിക്കും കേട്ടോ. ഇത് ആർക്കാണോ ഇഷ്ടമല്ലാത്തത് അല്ലേ? എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. നമ്മുടെ തേൻ മിഠായി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു മിഠായിയാണ് അതല്ലേ. പിന്നെ ഞാൻ കുറച്ച് പനിയാരം കൂടി ഉണ്ടാക്കി കേട്ടോ. ബാക്കി പനിയാരം ഞാൻ പിന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ എൻ്റെ ഒരു കുഞ്ഞൊരു മേക്കപ്പ് സെക്ഷൻ കാണിക്കാം കേട്ടോ. ഞാൻ സാരിയൊക്കെ ഒരു റെഡ് കളർ സാരിയാണ് കേട്ടോ ഉടുത്തത്. പിന്നെ ഇത് ക്യാപ്സ്യൂളല്ല കേട്ടോ, ഇത് ലിപ്സ്റ്റിക്കാണ്. ഇതിനകത്ത് ഇത്രയും ഉണ്ടെങ്കിലും 2 ഷെയ്ഡ്സ് മാത്രമേ ഉള്ളൂ ലിപ്സ്റ്റിക്ക് ഇതിനകത്ത്. ഞാനിത് യൂസ് ചെയ്യാറില്ല കേട്ടോ, നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തു എന്നേ ഉള്ളൂ. ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്, ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല ഇപ്പോൾ കേട്ടോ. ഇതെൻ്റെ ചെറിയ ഒരു കുപ്പിവള കളക്ഷൻസ് ആണ് കേട്ടോ. ഈ കുപ്പിവള കളക്ഷൻസ് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ വീഡിയോസിലൊക്കെ കാണാറില്ലേ ചിലരുടെ ഒരുപാട് അല്ലേ നൈസ് കളക്ഷൻസൊക്കെ. അത് വെച്ചൊക്കെ നോക്കുമ്പോൾ ഇത് വളരെ ചെറിയ കളക്ഷൻസാണ് അല്ലേ. എൻ്റെ കയ്യിൽ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ, കുറേയൊക്കെ പൊട്ടിപ്പോയതാണ്. പിന്നെ ഞാൻ റെഡ് കളർ സാരി അല്ലേ ഉടുക്കുന്നത്, അപ്പോൾ ഞാൻ റെഡ് കളർ വള ചൂസ് ചെയ്തു. പിന്നെ ഒരു കയ്യിൽ യെല്ലോയും കൂടെ ആഡ് ചെയ്യാമെന്ന് കരുതി. അതെല്ലാം കഴിഞ്ഞിട്ട് അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ, നിങ്ങളെല്ലാവരും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്ലീസ് ഞാനിപ്പോൾ ഒരുപാട് പ്ലീസ് പറഞ്ഞല്ലോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് ഇഷ്ടപ്പെട്ടത്, എന്താണ് ഇഷ്ടപ്പെടാഞ്ഞത്, അതൊക്കെ പറയണം കേട്ടോ. എനിക്കിപ്പോൾ എന്തായാലും 22 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആ 22 സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഒരുപാട് താങ്ക്സ് പറയണോ ഞാൻ. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്തല്ലോ, ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇതെൻ്റെ കുറച്ച് മാലയുടെ കളക്ഷൻസ് ആണ് കേട്ടോ. ഇത്രയല്ല, ഇതിനേക്കാൾ കൂടുതൽ മാല ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ വളരെ കുറച്ച് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഉള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇത് ഈവനിങ് ഉള്ള വീഡിയോസാണ്. ഞാൻ രാവിലത്തെ ജസ്റ്റ് ഒന്ന് ഒരു ക്വിക്ക് ഇതായിട്ടൊന്ന് കാണിച്ചു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഉച്ചക്കലത്തെ ഞാൻ എടുത്തില്ല കേട്ടോ, അത്രയും കൂടി ലെങ്തി ആവില്ലേ വീഡിയോ, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കേണ്ടല്ലോ. ഇത് വൈകിട്ടത്തേക്കുള്ളതാണ് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും കിച്ചണിലൊക്കെ കയറി. ഇത് വൈകിട്ട് നമ്മൾ ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ ഉപ്പുമാവും പൊട്ടേറ്റോ കറിയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, രാവിലത്തെ പനിയാരത്തിൻ്റെ ബാറ്റർ ബാക്കിയിരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ച് ബാക്കി പനിയാരം ഉണ്ടാക്കാമെന്ന് കരുതി. അതിൻ്റെ കൂടെ കുറച്ച് ചട്നിയും കേട്ടോ. രാവിലെ ചട്നി ഉണ്ടായിരുന്നു, അത് ഫുള്ള് കഴിഞ്ഞു കേട്ടോ. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാം കേട്ടോ. നിങ്ങൾ കരുതും ഇതെന്താ ഇത്രയും ക്വാണ്ടിറ്റി കുറച്ചുണ്ടാക്കുന്നതെന്നല്ലേ. ഞങ്ങളുടെ വീട്ടിൽ ആകെ കൂടി 3 പേരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി പോരെ, അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി കുറച്ച് ഉണ്ടാക്കുന്നത്. കാരണം ഉപ്പുമാവ് ഇത്രയും മതിയോ എന്നൊക്കെ ചിന്തിക്കും. കാരണം വെറുതെ പനിയാരി ഇരിപ്പുണ്ട്, ഇനി മോദകം ഉണ്ടാക്കും. ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ മോദകമാണല്ലോ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ മോദകത്തിനുള്ള അരിപ്പൊടിയൊക്കെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ കരുതല്ലേ ഈ കുട്ടി എന്താ ഈ കാട്ടിനെ, ആ 1 ഉണ്ട ശർക്കര 2 ഉണ്ട ശർക്കര കൂടി ഇനി എപ്പോൾ വന്ന് കിട്ടാനാണ് എന്നല്ലേ. ഞാൻ ഈ ടെൻഷൻ അടിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. എൻ്റെ മനസ്സിൽ അയ്യോ ഞാൻ ശർക്കരപ്പൊടി വാങ്ങിച്ചില്ലല്ലോ എന്നാണ്. ഞാൻ ഈ ശർക്കര ഉണ്ടയോടെ തന്നെ പൊട്ടിക്കാതെ തന്നെ ഇട്ടിട്ട് വെള്ളം എടുത്ത് ഒഴിച്ചു കഴിഞ്ഞു കേട്ടോ. ടെൻഷൻ അടിച്ചിട്ട് ഇതൊക്കെ ചെയ്തത് കേട്ടോ.
അതങ്ങനെയാണല്ലോ, എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഒരു സെലിബ്രേഷനും കാര്യം വരുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് ശരിയാവോ റെഡിയോ എന്നൊക്കെ ഒരു ടെൻഷനാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്ന മണ്ടത്തരങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ ഈ ശർക്കരപ്പൊടി ഇരിപ്പുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ബൂസ്റ്റിൻ്റെ കുപ്പി കണ്ടായിരുന്നു, അത് ബൂസ്റ്റ് അല്ല കേട്ടോ, അത് ശർക്കരപ്പൊടിയാണ് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്ത് മറ്റേതവിടെ തിളച്ചോട്ടെ, ഇപ്പുറത്ത് നമുക്ക് ശർക്കര പൊടി ഇട്ടിട്ട് പെട്ടെന്ന് ശർക്കര പാവ് കാച്ചാലോ എന്ന് കരുതി. പിന്നെ ഞാനാണെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ശർക്കര ഉരുക്കി സൂക്ഷിക്കാറുണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരിയ വയ്ക്കാനുള്ളതല്ലേ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫ്രിഡ്ജിലിരിക്കുന്നത് എടുക്കാത്തത്, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിപ്പോൾ കാണുന്നൊരു പൊട്ടത്തരം കണ്ടില്ലേ, ഇപ്പുറത്തുള്ള സ്റ്റൗ അണയ്ക്കാതെ തന്നെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഇത് അപ്പച്ചമ്പ് എടുത്ത് വെച്ചിട്ട് പിന്നെ അത് ഓൺ ചെയ്യുകയാണ് കേട്ടോ. ഇതൊക്കെ ടെൻഷൻ അടിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. വേണമെങ്കിൽ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കളയാം, നിങ്ങളും കൂടെ കണ്ടോട്ടെ എന്ന് കരുതി. ഞാൻ ഇപ്പുറത്തുള്ള ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്, അത് അരിച്ചെടുത്തു. പിന്നെ അതിനകത്ത് ഏലക്ക ഇട്ടു, നാളികേരം ഇട്ടു, അതിന് വിളയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കളറ് കാണുമ്പോൾ അയ്യോ ശർക്കര കരിഞ്ഞോ, ഈ കുട്ടി എന്തൊക്കെയാണ് കാണിക്കുന്ന, ശർക്കര കരിഞ്ഞോ എന്ന്. കരിഞ്ഞിട്ടില്ല കേട്ടോ, അതാ ശർക്കരയുടെ കളർ, നല്ല കളറുള്ള ശർക്കരയായിരുന്നു കേട്ടോ, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പുറത്ത് ഉണ്ട ശർക്കര അതൊക്കെ അലിഞ്ഞ് റെഡിയായി. ഞാൻ ഇനി ആ ഉണ്ട ശർക്കര എന്ത് ചെയ്യുന്നറിയാവോ, അരിച്ച് മാറ്റി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. നമുക്ക് വേണമെങ്കിൽ ഇലയുടെ ഉണ്ടാക്കാം, കുമ്പിളപ്പമൊക്കെ പിന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ. ഇപ്പോൾ നമ്മുടെ തേങ്ങ വിളയിച്ചത് റെഡിയായി. അപ്പോൾ ഞാൻ കരുതി അതിനകത്ത് തന്നെ വെച്ചാൽ ഒന്നും കൂടെ ഓവർ കുക്കാവും, ചിലപ്പം കരിയാൻ തന്നെ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ. എന്നിട്ട് നമ്മുടെ മോദകം റെഡിയാക്കാനുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അത് അരിമാവ് അത് കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെടുത്തതേ ഞാൻ മോദകം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച് 2 ബാച്ചായിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബാച്ച് മോദകം റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞില്ല അപ്പച്ചെമ്പ് വെച്ചിട്ട് ഞാനൊന്ന് ആവി കയറ്റി നേരത്തെ തന്നെ. അപ്പോൾ നേരത്തെ ചൂടായി കിടന്നാൽ ഇത് എളുപ്പമായി കിട്ടും കേട്ടോ. അതൊരു ടിപ്പാണ് കേട്ടോ, പെട്ടെന്നായി കിട്ടും കേട്ടോ. ഒന്ന് ടെൻഷൻ, രണ്ടാമതൊരു എളുപ്പപ്പണി. നമ്മളുടെ ഫസ്റ്റ് ബാച്ച് മോദകം റെഡി ആയിരിക്കണു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടി പനിയാരം റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ലാസ്റ്റ് ബാച്ചാണ് കേട്ടോ, നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നേളെ ഓരോന്ന്. ലാസ്റ്റ് ബാച്ചല്ല, ഫസ്റ്റ് ബാച്ചിൽ ഞാൻ അവസാനം കോരിയെടുക്കുന്നത്. ഇനിയും ഒഴിക്കാനുണ്ട് കേട്ടോ, ഇനിയും പനിയാരം ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ നിങ്ങളെ, ഒരുപാട് ഇട്ട് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങയും നാളികേരം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ചമ്മന്തിക്കുള്ളത്, ഈ പനിയാരത്തിനുള്ള വെള്ള ചമ്മന്തിക്കുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് റെഡിയായി. പിന്നെ ഇനി കടുക് പൊട്ടിക്കുന്ന എന്തിനാണെന്നറിയാമോ, നമ്മുടെ വെള്ള ചമ്മന്തിക്കും പൊട്ടേറ്റോ, ക്യാരറ്റും പൊട്ടേറ്റോയും കൂടെ ഇട്ടൊരു കറിയാണ് കേട്ടോ. കിഴങ്ങ് കറിക്കും കൂടെ ഉള്ള കടുക് പൊട്ടിച്ചതാണ് കേട്ടോ അത്. അപ്പം അതും റെഡിയായി കേട്ടോ. കാര്യങ്ങളെല്ലാം എളുപ്പം റെഡിയായി. ഞാൻ വെറുതെ ടെൻഷൻ അടിക്കും, അതങ്ങനെ ഒരു ശീലമായിപ്പോൾ. എന്താ ചെയ്യുക, അത് പലർക്കും ഉണ്ടാവും അല്ലേ, അതോ എനിക്ക് മാത്രമാണോ, ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. പറഞ്ഞാലും കമൻറ്റ് ചെയ്യില്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഉപ്പുമാവ് റെഡിയായി. നിങ്ങൾ കരുതി ഇത്രയും ഉപ്പുമാവ് മതിയോന്ന്, ഇത്രയൊക്കെ തന്നെ ധാരാളം കേട്ടോ. പിന്നെ കിഴങ്ങ് ഞാൻ നേരത്തെ പനിയാരം കാണിച്ചില്ല, അതിരിപ്പുണ്ട്. പിന്നെ ഇപ്പം മോദകം റെഡിയാവും, അങ്ങനെ എല്ലാം ഇരിപ്പുണ്ടല്ലോ. പിന്നെ ഇവിടെ ഓൾറെഡി പിക്കിൾസ് കേട്ടോ, എന്ന് വെച്ചാൽ ഗൂസ്ബെറി, നമ്മുടെ നെല്ലിക്ക, പച്ചമുളക്, ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഉപ്പിലിട്ടത് ഇരിപ്പുണ്ട്. പിന്നെ ചമ്മന്തിപ്പൊടി, അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മാങ്ങ അച്ചാർ കഴിയാറായിക്കണേ. ഞാൻ കരുതി ഓണം വരികയല്ലേ, അപ്പോൾ എന്തായാലും നമ്മളിനി മാങ്ങ, നാരങ്ങ, ഇഞ്ചിക്കറിയൊക്കെ ഇടുമല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും അത് കഴിഞ്ഞാലും പ്രശ്നമില്ലല്ലോ. ഉണ്ടോ മുളക് ഉപ്പിലിട്ടത്, നെല്ലിക്ക ഉപ്പിലിട്ടത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ആഘോഷിച്ചത്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുമോ, നിങ്ങളൊക്കെ എങ്ങനെയാണ് വിനായക ചതുർത്ഥി ആഘോഷിച്ചതെന്ന്. മാങ്ങ അച്ചാർ റെഡി. ഇത് കണ്ടില്ലേ, രാവിലെ ഏത്തപ്പഴം പുഴുങ്ങിയത് ഞാൻ മാത്രം ഒരെണ്ണം കഴിച്ചത് കേട്ടോ, ആ ഒരു മുറി, ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ഇരിപ്പുണ്ടേ. പിന്നെ ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ കളക്ഷൻ. ഞാനിത് നിങ്ങളെ വൃത്തിയായിട്ട് കാണിക്കാം കേട്ടോ, ഒരു ഡിന്നർ സെറ്റിലോട്ടാക്കിയിട്ട് കണ്ടോളൂ കേട്ടോ. ഓക്കേ, നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് കണ്ടോ. ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ പ്രസൻറ്റേഷൻ കണ്ടോ. ഇത്രയായിരുന്നു നൈറ്റിൽ കഴിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും പറയാം, ഇനി ഉച്ചയ്ക്കുള്ളതൊന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തില്ല കേട്ടോ. നിങ്ങളെ വെറുതെ എന്തിനാ ബോറടിപ്പിക്കുന്നതെന്ന് വെച്ചിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ രാവിലത്തെ ജസ്റ്റ് വീഡിയോസ് എളുപ്പം കാണിച്ചിട്ട് നൈറ്റിലുള്ള ഡിന്നർ വിശദമായിട്ട് കുറച്ച് കാണിക്കാമെന്ന് കരുതി കേട്ടോ. ഉച്ചയ്ക്കുള്ളത് അതാണ് സ്കിപ്പ് ചെയ്തത് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ
എൻ്റെ വീഡിയോയിൽ എന്തൊക്കെ പോരായ്മയുള്ളത്, എന്തൊക്കെ ഇഷ്ടപ്പെട്ടത്, അതൊക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. കമൻറ്റ് ചെയ്യൂ, ഒരു പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്താലല്ലേ ഇതിൻ്റെ പോരായ്മയൊക്കെ എനിക്കറിയാൻ കഴിയുള്ളൂ. നിങ്ങൾ വെറുതെ ഇല്ല ഞാൻ ലൈക്കും തരുന്നില്ല ഷെയറും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് വാശി പിടിച്ച് കണ്ടിട്ട് എന്ത് കിട്ടാനാ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 പറയുന്നത് കേട്ടോ. ഏതായാലും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഓക്കേ.